ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഒരു റെസിപ്പി പറഞ്ഞുതരാം. റെസിപ്പി എന്ന് വെച്ചാൽ ഒരു ഇലയാണ് നമ്മളുടെ മുരിങ്ങയിലയെ പറ്റി പറയാം. മുരിങ്ങയില എന്ന് പറയുമ്പോൾ ഔഷധ ഗുണങ്ങളുള്ളതാണ്. അത് മുരിങ്ങയില അതിൻ്റെ പൂവും കായും എല്ലാം തന്നെ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഇല തോരൻ വയ്ക്കാം. ഈ ഒഴിച്ചുകറി ഉണ്ടാക്കാം കേട്ടോ. ഒഴിച്ചുകറി ഉണ്ടാക്കാം, അല്ലാതെ തേങ്ങ ഇട്ടിട്ട് നമ്മൾ തോരൻ വയ്ക്കത്തില്ല, അതുപോലെ വെക്കാം. പിന്നെ മുരിങ്ങയ്ക്ക മീൻകറിക്കകത്ത് ഇടുന്നവരുണ്ട് കേട്ടോ. മത്തി കറി വയ്ക്കുമ്പോഴത്തേക്ക് മുരിങ്ങയ്ക്ക മുറിച്ചിടുന്നുണ്ട്. നമ്മൾ വീട്ടിൽ സാമ്പാറിനകത്തൊക്കെ ഉപയോഗിക്കും. മുരിങ്ങയ്ക്ക തന്നെ ആയിട്ട് ഒഴിച്ചുകറി വയ്ക്കാൻ പറ്റും. അത് തീയൽ വയ്ക്കാൻ പറ്റും. മുരിങ്ങയില തോരൻ ഇലയൊക്കെ തോരൻ വയ്ക്കാം. പിന്നെ അതിൻ്റെ തൊലി ഔഷധമാണോ, തൊലി വരെ ഔഷധമാണോ, തൊലി ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട്. പിന്നെ അത് കുടവയറ്, ഒത്തിരിക്കോട്ടം വയറിങ്ങനെ പോലെ ഒത്തിരി വയറുള്ളവർക്ക് വയറ് കുറയാനായിട്ട് മുരിങ്ങയില ഉപയോഗിക്കും. മുരിങ്ങയില അതിൻ്റെ ഇല പറിച്ച് കഴുകിയിട്ട് ജ്യൂസ് അടിച്ചിട്ട് കുറച്ച് വെള്ളമോടെ ചേർത്ത് ജ്യൂസ് അടിച്ചിട്ട് ഒരു അര ഗ്ലാസ് നീരെടുത്തിട്ട് അതിനകത്ത് അരമുറി നാരങ്ങ നീരോട് പിഴിഞ്ഞ് രാവിലെ വെറും വയറ്റിൽ കഴിക്കുമ്പോൾ വയറ് കുറയുന്നതായിരിക്കും. അത് കഴിക്കുന്ന പോലെ ഒത്തിരി വയറുള്ളവർക്ക് ഒരാഴ്ചയൊക്കെ കഴിക്കാം. അതിൽ കൂടുതൽ ഒരു മാസമൊക്കെ കഴിക്കുവാണെങ്കിൽ വയറൊക്കെ ഒട്ടും വയറില്ലാതാവുന്ന പറഞ്ഞു. പരീക്ഷിച്ച് നോക്കണമെങ്കിൽ ഞാൻ പരീക്ഷിക്കാൻ ഉദ്ദേശിച്ച സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് പെട്ടെന്ന് പോകുന്നതുകൊണ്ട് പറ്റിയില്ല. വെള്ളമൊക്കെ കയറുന്നതുകൊണ്ട് പറ്റിയില്ല. ഞാൻ 2 ദിവസം കഴിച്ച് നമുക്കറിയാം നല്ല അത് കഴിക്കുന്നതിന് കുഴപ്പമില്ല. നല്ല ഗുണങ്ങളുള്ള ഇതാണ്. അത് ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നല്ലോ. അത് വെട്ടിയെല്ലാം കളഞ്ഞ് ഇപ്പം കുറച്ചിങ്ങനെ മുളച്ചിങ്ങനെ വരുന്നതേ ഉള്ളൂ കുറച്ച്. അപ്പം അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. ഓക്കെ, ബൈ.